സോ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ ഫാർമസിയാണ്. ഞാൻ എല്ലാവരെയും മിസ് ചെയ്യും. ട്രാൻസിഷനിൽ 1, 2 and എന്തിന്റെ കുഴപ്പമാണ് നാറ്റം കാരണം അവര് വാങ്ങിച്ചു തന്നെയാണ്. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു മിക്സഡ് ഫീലിംഗിലിരിക്കുകയാണ്. ബോത്ത് സന്തോഷമുണ്ട്, അതേപോലെ തന്നെ സങ്കടമുണ്ട്. ബിക്കോസ് ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ മൈ ഫാർമസിയാണ്. ആശ്വാസ് ഫാർമസിയിലെ എൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ്. ഇന്ന് സെക്കൻഡ് ഏപ്രിൽ 2025 ആണ്. സോ ഐ തോട്ട് ഓഫ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന്. ആൻഡ് ഇനിയുള്ള എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ കയറുക എന്നുള്ളതാണ്. നേരത്തെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു 1 ഇയർ കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമെന്ന്. ഭയങ്കര എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അതുപോലെ തന്നെ സന്തോഷമുണ്ട് കേട്ടോ. ബിക്കോസ് ഒരു മാസം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് ആലോചിച്ചു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാനും ഭയങ്കര വിഷമമുണ്ട്. ബിക്കോസ് 1 ഇയറിൽ കൂടുതലായി. 1.5 മന്തായി ഞാനവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നല്ല കൊളീഗ്സിനെ കിട്ടി. നല്ലൊരു സാർ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ് സാറിൻ്റെ വൈഫ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആയാലും അത്യാവശ്യം മിക്കവരും നമ്മളുമായിട്ട് ഭയങ്കര കോപ്പറേറ്റീവാണ്. കുറച്ച് നാൾ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് ഐ വിൽ മിസ് എവ്രി വൺ, ഈച്ച് ആൻഡ് എവ്രി വൺ. ഞാൻ എല്ലാവരെയും മിസ് ചെയ്യും. എനിക്ക് ഇപ്പോൾ ഇറങ്ങാൻ നേരത്തെ അറിയാൻ പറ്റത്തില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും. ഐ റിയലി മിസ് ദം. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി എണീറ്റപ്പോൾ ലേറ്റായി. ഇന്ന് അല്ലെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ ലേറ്റാവും. ഇന്ന് കുറച്ച് നേരത്തേക്ക് എണീക്കണം എന്നായിരുന്നു പ്ലാൻ. കാരണം വീഡിയോ എടുക്കണമല്ലോ. ഇന്ന് സമയം വന്നിട്ട് 10:45 ആയി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ ഈ ഒരു ടൈമൊക്കെ തന്നെ ആവും. സോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫല്ല, ഫാർമസിയിലെ കുറച്ചൊരു അവിടെ നിന്ന് കുറച്ചൊരു വീഡിയോസും അതേപോലെ തന്നെ ഞാൻ ഈ കുറച്ച് സാധനങ്ങൾ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങണം. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എനിക്ക് ഗാലറിയിലല്ലോ യൂട്യൂബിൽ വന്ന് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടാകും. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഈ പറയുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഡേ ഞാൻ ആലോചിക്കുകയാണ്. ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഭയങ്കര കോൺഫിഡൻസ് ആയെന്ന് പറയാൻ പറ്റത്തില്ല. കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്. ഇപ്പോൾ എന്നാലും കസ്റ്റമേഴ്സുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. ഫസ്റ്റൊന്നും എനിക്കതില്ലായിരുന്നു കേട്ടോ. ഈ ഡിസ്പെൻസിങ്ങിന് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് അത്രയും കണ്ടും മനസ്സിലാക്കിയും എല്ലാം ഇതാക്കിയത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു ഫാർമസിയിൽ തന്നെ എക്സ്പീരിയൻസ് കിട്ടണമെന്ന്. എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറുന്നതിനേക്കാളും ഒരു ഫാർമസിയിൽ നിന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ബേസ് കിട്ടും. ഫാർമസി കയറുമ്പോൾ ഒരു ബേസ് കിട്ടും. അതിനാണ് ഞാൻ ഫാർമസിയിൽ തന്നെ കയറിയത്. നല്ലൊരു ഫാർമസി തന്നെ എനിക്ക് കിട്ടി. ദൈവം സഹായിച്ച്, ദൈവവും ചിക്കു ആശ്വാസ് ഫാർമസിയിലെ സാറും സഹായിച്ച്. എൻ്റെ ഡ്യൂട്ടി സമയം 1 to 10 ആയിരുന്നു കേട്ടോ. ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി കേട്ടോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പേഷ്യൻസ് ഫസ്റ്റൊക്കെ എനിക്ക് കോളേജ് അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഫാർമസിയിൽ തന്നെ കുറേ ഇതേപോലത്തെ കസ്റ്റമേഴ്സ് വരും നമ്മളെങ്ങനെ ചൊടിപ്പിക്കാനായിട്ട്. പക്ഷേ അതിലൊന്നും തളരരുത് എന്ന് പറയുന്ന പോലെ മെയിനായിട്ട് കസ്റ്റമർ സർവീസ് അല്ലേ, അതും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ കുറേയധികം അതൊക്കെ പഠിക്കാൻ പറ്റി. കുറേ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ഇനി അവർ എന്നെ ചോദിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ ഞാൻ അവിടെ നിന്നപ്പോഴേ ഞാൻ ഭയങ്കര മിസ് ചെയ്യുമായിരുന്നു. ആൻഡ് മൈ ടാർഗറ്റ് ഈസ് ടു കംപ്ലീറ്റ് 1 ഇയർ ഇൻ ദാറ്റ് ഫാർമസി. സോ അത് ഫൈനലി അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടീസുണ്ട്. പാത്രം കഴുകണം, പിന്നെ കാപ്പി അമ്മ വെച്ചാണ്. അടുക്കളയിൽ കുറച്ച് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പാത്രം കഴുകാനുണ്ട്, അതേപോലെ തന്നെ ചോറ് വയ്ക്കാനുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ അപ്പോൾ എൻ്റെ ജോലികളൊക്കെ തീർന്നു. നമുക്കപ്പോൾ ഫ്രഷായിട്ട് റെഡി ആയിട്ട് കാണാം. ട്രാൻസിഷനിൽ 1, 2 and
സോ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്കിനി മുടി ഒന്ന് കെട്ടണം. ആൻഡ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ID കാർഡ് ഞാനിതാണ്. ആൻഡ് ഇത് എൻ്റെ ലാസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ ID കാർഡ് എന്നാ. സോ ദിസ് വിൽ ബി ദ ലാസ്റ്റ് ഡേ ഓഫ് വിയറിങ് ദിസ് ID കാർഡ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ ID കാർഡ് മിസ് ചെയ്യില്ല, അതേപോലെയാണ്. സോ എനിക്കൊന്ന് മുടിയും കൂടെ ഒന്ന് കെട്ടാനുണ്ട്. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. മുടി ഒന്ന് ടൈ ചെയ്തിട്ട് വരാം. ചിക്കു ചിക്കു മിക്കു. ഭയങ്കര വെയിൽ ഗൈസ്. ജോലിക്ക് പോണ വഴിക്ക് നമുക്ക് അവർക്ക് ട്രീറ്റ്സും കൂടെ വാങ്ങണം. ഫസ്റ്റ് ഞാൻ കരുതി ബിരിയാണി വാങ്ങാമെന്ന്. പിന്നെ ഞാൻ സ്നാക്സിലങ്ങ് ഒതുക്കി കേട്ടോ. ഞാൻ പിന്നെ ബ്രെഡ് ഫാക്ടറിയിലും കയറി, അതേപോലെ തന്നെ ജയറാം ബേക്കറിയിലും, പിന്നെ ഒരു നട്ട്സ് കടയിലും കയറി കേട്ടോ സാറിന് കുറച്ച് സാധനം വാങ്ങിക്കാൻ. എന്തിന്റെ കുഴപ്പമാണ് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഫാർമസിയിൽ എത്തിയിട്ടുണ്ട്. ചേച്ചി ഇതാണ് ആകാശ്. ഹലോ. അവിടെ പോയിട്ട് വ്ളോഗ് എടുക്കാൻ എനിക്ക് കുറച്ച് നാണക്കേടായിരുന്നു. പിന്നെ അവരെല്ലാവരും എന്നെ കളിയാക്കുകയും ചെയ്യണുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ വിജി ചേച്ചി. ഇത് ഞാൻ. ഇന്ന് തസ്മി ചേച്ചി ആബ്സെന്റ് ആണ് ഗൈസ്. ഇതാ ജോലി ചെയ്യുന്ന സിമി ചേച്ചി. കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തിരക്കൊക്കെ ആയിരുന്നു. ഇവിടെയാണ് നമ്മൾ ഡെലിവറിയുടെ മെഡിസിൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇവിടെ ആയിരിക്കും നന്നായിട്ട് മിസ് ചെയ്യും. ചേച്ചിമാരെനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ അവരെ സന്തോഷമില്ലേ. സിമി ചേച്ചി മേപ്പിൾ റോച്ച് എന്ന് പറയുന്ന മിഠായിയാണ് വാങ്ങിച്ചെന്ന. എനിക്കിത് ഇഷ്ടപ്പെട്ടെ. ഇത് കിറ്റ്കാറ്റിന്റെ മിഠായിയാണ്. അർച്ചന, താങ്ക് യു അർച്ചന. ഇതെനിക്ക് അർച്ചന തന്നു. ഇത് എനിക്ക് ശ്രേയ തന്നു. ഇതും അതെന്തോന്ന് ഡയറി മിൽക്ക് ശ്രേയ തന്നു. അടുത്തത് ഇത് മഞ്ജു ചേച്ചിയും ഈ ചേച്ചിയും കൂടെ തന്നേനെ. ഓഹോ കമ്മൽ. ഓഹോ എനിക്ക് ആക്രാണ്. വീണ്ടും മുട്ടായി. നെസ്ലയുടെ മുട്ടായി. മുട്ടായി നിന്ന് ചാവും ഗൈസ്. അതാണ് ഞങ്ങൾ. ഷുഗർ ഒന്ന് ചാവേ ഉള്ളു. എളുപ്പമുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് മെത്തോമിനും കൂടെ കൊണ്ടുപോകാം. കമ്മൽ ഇഷ്ടപ്പെട്ടെ. ഇതെന്തോന്ന് അപ്പൊ ഇതെന്റെ ഈ ചേച്ചിയുടെ ഗിഫ്റ്റാണ്. ഇനി നമ്മളുടെ മഞ്ഞ ചേച്ചിയുടെ ഗിഫ്റ്റ്. നിന്റെ നാറ്റം കാരണം അവര് വാങ്ങിച്ചു തന്നെയാണ്. പറഞ്ഞില്ല ചേച്ചി. ഇതാണ് ഏപ്രിൽ ഫൂൾ. എങ്ങനെയുണ്ട് നമ്മുടെ ഏപ്രിൽ ഫൂൾ? താങ്ക് യു ചേച്ചി. നെയിൽ പോളിഷ് ഇഷ്ടപ്പെട്ടെ. ഇത് കൊള്ളാല്ലേ. ഇതും കൊള്ളാം. പിന്നെ വീണ്ടും ഒരു മുട്ടായി, നെസ്ലയുടെ മുട്ടായി. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയ ഗിഫ്റ്റ്സ്. സാറും ചേച്ചിയും കൂടെ എനിക്കൊരു കമ്മൽ തന്നായിരുന്നു. പിന്നെ നൈറ്റ് തിരക്കാണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെയുള്ള കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള വീഡിയോസും കൂടെ ആഡ് ചെയ്യുവാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിയതാണ്. സാറ് എല്ലാവരുടെയും ബർത്ത്ഡേ മന്ത് കേക്ക് വാങ്ങിച്ചു തരും. പിന്നെ ഇതാ ഓണത്തിനെടുത്ത റീല് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന ആ ഒരു ടൈമിൽ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയായിരുന്നു സാമ്പ്രാണിക്കൊടിയിൽ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇത്. അതൊക്കെ എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ആൻഡ് ഇത് ഞാൻ ഇറങ്ങാൻ നേരത്തുള്ള എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ്. ഇത് ആളൊന്നും ഇല്ലാത്തപ്പോൾ ഫാർമസിയിൽ നിന്ന് എടുത്തതാണ്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയത്, അതേപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മളെല്ലാവരും കൂടെ ഒത്തെടുത്തതാണ് ഇപ്പോൾ കാണുന്നത്. നിറയെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെ ഗാലറിയിലുണ്ട്. ഇതൊക്കെ മതി എനിക്കെല്ലാം ഓർക്കാനായിട്ട്. ഫൈനലി താങ്ക് യു ഓഷോസ് ഫോർ ഓൾ ദി മെമ്മറീസ്. ഞാൻ എല്ലാവരെയും മിസ് ചെയ്യും. ആൻഡ് ലവ് യു ഓൾ. ബൈ ബൈ.